ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലൊക്കെ ഒരുവിധം ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ പോലും ഇപ്പോൾ ചീസും ബട്ടറൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് കൊണ്ട് മിക്കവരും പിസയും പാസ്തയും ലസാനിയും ഒക്കെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കൂടുതലും നാടൻ റെസിപ്പികളാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഇറ്റാലിയൻ ക്യൂസിൻ തന്നെ ആയിക്കോട്ടെ അല്ലേ. ഞാൻ കുറേ മുന്നേ ഒരു പാസ്ത റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസത്തിൽ ഉണ്ടാക്കാൻ വളരെ ഈസിയും കഴിക്കാൻ അതിനേക്കാൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിടിലനൊരു പാസ്ത റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദയവായി വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അതൊക്കെ മിക്കവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാൽ അറിയാത്തവർക്കായി പെട്ടെന്നൊന്ന് കാണിക്കാം. പാസ്ത വേവിക്കാനായി ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കാം. പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം പാസ്ത വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായി തിളക്കാൻ തുടങ്ങിയാൽ 400 ഗ്രാം മക്രോണി പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. പാസ്ത വേവിക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ വേവിക്കുക, അല്ലെങ്കിൽ മൂടി വെച്ച് വേവിക്കുമ്പോൾ വെള്ളം തൂവിപ്പോകും. ഇപ്പോൾ പാസ്ത നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഊറ്റിക്കളയാം. പാസ്ത ഞാൻ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്തയിലേക്ക് വേണ്ട ചിക്കൻ മസാല തയ്യാറാക്കാം. അതിനായി പാത്രം നന്നായി ചൂടായി വന്നാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ മെൽറ്റായി വന്നാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. നിങ്ങൾക്കറിയാലോ, പാസ്ത ചീസും ബട്ടറൊക്കെ ചേർത്ത് കുറച്ച് റിച്ച് ആയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. എന്നാൽ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി അഥവാ ബട്ടർ ഇല്ലെങ്കിൽ പകരം ഓയിൽ ഉപയോഗിക്കാം. നെയ്യും വെളിച്ചെണ്ണയൊന്നും പാസ്ത ഉണ്ടാക്കാനായി ഒരിക്കലും എടുക്കരുത് കേട്ടോ. വെളുത്തുള്ളി നന്നായി വഴന്ന് റോസ്മെല്ലാം മാറി ചെറുതായി കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സബോള മസാലയിലുള്ളത് അറിയാൻ പറ്റാത്ത തരത്തിൽ നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റാം. പക്ഷെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. സബോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ തന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കഴുകി വെള്ളം വാർത്ത 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തോ അല്ലെങ്കിൽ മിൻസ് ചെയ്തോ ചേർക്കാം. ഇതിൻ്റെ ഒപ്പം മസാലയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ചിക്കൻ മസാലയുടെ ടോപ്പിംഗ് കൂടെ പാസ്തയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആ സ്റ്റെപ്പ് ഒഴിവാക്കുകയാണെങ്കിൽ 200-250 ഗ്രാം ചിക്കനൊക്കെ മതിയാകും. അതിലും കുറയണ്ട കേട്ടോ. ചിക്കനൊരു ഹാഫ് വേവായാൽ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. ആ സമയത്ത് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി അല്ലെങ്കിൽ മഷ്റൂമൊക്കെ ചേർത്താൽ കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അതൊന്നും എപ്പോഴും വീട്ടിലുണ്ടാകുന്ന വെജിറ്റബിൾസ് അല്ലല്ലോ അല്ലേ. എൻ്റെ കയ്യിലും ഇപ്പോൾ അതൊന്നും സ്റ്റോക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കവും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും 2 ചെറിയ ക്യാപ്സിക്കവും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടും ചെറുതാക്കി സ്ക്വയർ ആക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം മൂടി തുറന്ന് വെച്ച് ചിക്കനിലും വെജിറ്റബിൾസിൽ നിന്നെല്ലാം ഇറങ്ങിയ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കവും ഒന്നും മുഴുവനായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. വെള്ളമെല്ലാം വറ്റിയൊന്ന് ഹാഫ് കുക്കായി വന്നാൽ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. എരിവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ ചുവന്നമുളക് ക്രഷ് ചെയ്തതോ ചേർത്ത് കൊടുക്കാം. പാസ്തയിലെ എരിവ് എനിക്ക് അത്ര നിർബന്ധമില്ലാത്തത് കൊണ്ട് ഇത് രണ്ടും ഞാൻ ചേർത്തിട്ടില്ല. ഈ മസാലയിൽ നിന്നും കുറച്ച്, അതായത് ഏകദേശം 1 കപ്പ് നമുക്ക് ടോപ്പിങ്ങിനായി മാറ്റി വയ്ക്കാം. ബാക്കി മുഴുവനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് സെയിം പാത്രം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വന്നാൽ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. മൈദ പാനിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരുവായാൽ നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ മിക്സ് ആക്കാം. ഇത് ചെറുതായി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പാല് കൂടെ ചേർക്കാം. 2 കപ്പ് പാല് കൂടെ ഒരുമിച്ച് ചേർത്താൽ മൈദ കൂടുതൽ മിക്സ് ആവാതെ ലംസ് വരാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് ആദ്യം ഒരു കപ്പ് പാൽ ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ബാക്കി ഒരു കപ്പ് പാൽ ചേർക്കാം. ഇനി ഇതും കുറുകി വരുമ്പോൾ ഒരു കപ്പ് മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ സോസിലെ ചൂട് കൊണ്ട് തന്നെ ചീസ് നന്നായി മെൽറ്റ് ആയിക്കോളും. ഇതിൽ നിന്നും കൂടെ അര കപ്പ് സോസ് ടോപ്പിങ്ങിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഉപ്പ് നമ്മൾ മക്രോണി വേവിക്കുമ്പോഴും മസാലയിലും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. പിന്നെ ചീസിലും ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ഈ വൈറ്റ് സോസിൽ ഉപ്പ് വളരെ ശ്രദ്ധിച്ച് മാത്രം ചേർക്കുക. ഇനി ബാക്കിയുള്ള വൈറ്റ് സോസിലേക്ക് വേവിച്ച് വെച്ച മക്രോണിയും മാറ്റി വെച്ച ചിക്കൻ മസാലയും ചേർക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം. ഇതിന് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ച മസാലയും വൈറ്റ് സോസും കുറച്ച് ചീസും കൂടെ ചേർത്ത് ഒരു ടോപ്പിംഗ് കൊടുക്കുക. നിങ്ങൾക്ക് നോർമൽ വൈറ്റ് സോസ് പാസ്തയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഒരിക്കലെങ്കിലും ഇങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ മസാലയിലേക്ക് മാറ്റി വെച്ച വൈറ്റ് സോസും പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കാം. ഈ മിക്സ് പാസ്തയുടെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് ചീസും ഇട്ടുകൊടുക്കാം. ചീസിന് പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ചീസൊന്ന് മെൽറ്റാക്കി എടുക്കേ വേണ്ടൂ. ഞാൻ സാധാരണ മൈക്രോവേവ് ഓവനിലൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യാറ്. ഓവനില്ലാത്തവർക്കായി പാത്രത്തിൽ ബേക്ക് ചെയ്യുന്നതാണ് ഞാനിന്ന് കാണിക്കുന്നത്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഈ ട്രേ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ 15 മിനിറ്റിനുള്ളിലായിട്ട് ചീസെല്ലാം മെൽറ്റായി കിട്ടും. ഈ സമയത്ത് എനിക്ക് ചെറിയൊരു പറ്റിയിട്ടാ. നിങ്ങളെപ്പോഴും ഇതുപോലെ ബേക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ ചെയ്യുക. ട്രേയുടെ അതേ വലുപ്പത്തിലുള്ള പാത്രം എടുത്താൽ ചിലപ്പോൾ ഇതുപോലെ സ്റ്റക്കാവും. വലിയ പാത്രത്തിലാകുമ്പോൾ പ്രീഹീറ്റ് ആവാനും ബേക്ക് ആവാനും ഒക്കെ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ചെറിയ പാത്രം എടുത്തത്. പക്ഷെ ട്രേ പുറത്തെടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. ലാസ്റ്റ് ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തിട്ടാണ് ട്രേ ഒന്ന് പുറത്തെടുത്തത്. അപ്പം ഇങ്ങനെ ഒരു അബദ്ധം ആർക്ക് പറ്റാതിരിക്കാൻ വേണ്ടി മാത്രം ഷെയർ ചെയ്തതാണ്. നോർമലായിട്ട് ഉണ്ടാക്കുന്ന പാസ്തയേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായവും ഒന്ന് കമൻറ്റായി അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.